ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന പോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഡേറ്റ് 2025 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഡേറ്റ് RRB പുറത്തുവിട്ടിരിക്കുകയാണ് അല്ലേ. നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് കഷ്ടി ഒരു മാസം ആവുന്നേ ഉള്ളൂ. ഡിസംബർ 10 അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്തത്. ഓൾറെഡി ടയർ 1 എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് RRB പുറത്ത് വിട്ട് കഴിഞ്ഞു അല്ലേ. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് മുതൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. RRB ഇതിന് മുന്നേ 120 ഡേയ്സിനകത്താണ് എക്സാം കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളും മാർജിൻ ഇട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് 120 ഡേയ്സ് മാർജിൻ ഇട്ട് പഠിക്കണം എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതുപ്രകാരം തന്നെയാണ് നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികളെ നമ്മൾ ക്ലാസ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ റിവിഷൻ്റെ സമയത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവസാനത്തെ 40 ദിവസം കൃത്യമായിട്ട് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ടെക്നിക്കൽ എക്സാംസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ പഠിച്ച് നിങ്ങൾ ഇനി സമയം നിങ്ങളെ കളയരുത്. ടെക്നിക്കൽ പഠിക്കാനുള്ള സമയം കഴിഞ്ഞു. കാരണം ടയർ 1 എക്സാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമാണ്. ടയർ 1 കടന്നാൽ മാത്രമേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നിങ്ങളുടെ ടെക്നിക്കൽ വിഷയം ഉൾപ്പെടെയുള്ള CBT 2 നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടയർ 1 കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെ ഈ 40 ദിവസം കൊണ്ട് ടയർ 1 എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ 2025 നോട്ടിഫിക്കേഷൻ പ്രകാരം സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 05/2025 പ്രകാരമുള്ള എക്സാമിനേഷൻ്റെ കലണ്ടറല്ല ഈ ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 19, 20, മാർച്ച് 3 ഈ ദിവസങ്ങളിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മാർച്ച് 3 എന്ന് പറയുന്നത് CBT 2 ഡേറ്റ് ആണോ? അല്ല, ഇതെല്ലാം CBT 1 ഡേറ്റ് തന്നെയാണ്. വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക. നിങ്ങളുടെ ഷിഫ്റ്റ്, നിങ്ങളുടെ ഡേറ്റ് എന്നായിരിക്കും എന്നുള്ളതെല്ലാം തന്നെ 10 ദിവസം മുന്നേ നിങ്ങൾക്ക് ഇമെയിൽ വരുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ എല്ലാ കാര്യങ്ങളും ആ സമയത്തായിരിക്കും നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 നമ്മൾ ഡേറ്റ് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ജനുവരി 8 നാളെ ജനുവരി 9. ജനുവരി 9 നിന്ന് നമുക്ക് ഫെബ്രുവരി 19 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ 40 ദിവസത്തെ എങ്ങനെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ CBT 1 ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഫെബ്രുവരി മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ എക്സാം കണ്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നപ്പോൾ തൊട്ട് പല കുട്ടികൾ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ പറയുന്നുണ്ടായിരുന്നു, സാറിന് എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത്? നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം കഴിഞ്ഞിട്ടില്ല, ടെക്നീഷ്യൻ എക്സാം കഴിഞ്ഞിട്ടില്ല, പാരാമെഡിക്കൽ എക്സാം കഴിഞ്ഞിട്ടില്ല, സെക്ഷൻ കൺട്രോളർ കഴിഞ്ഞിട്ടില്ല, JEE എക്സാം അത് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്, NTPC എക്സാം ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്, എങ്ങനെയാണ് സാറിന് അങ്ങനെ പറയാൻ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് കുട്ടികൾ പരാതിയും പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാതിയും പരിഭവം പറഞ്ഞവരുടെ ശ്രദ്ധയ്ക്ക് 5 നോട്ടിഫിക്കേഷനിലേക്കുള്ള എക്സാമിനേഷൻ ഡേറ്റ് RRB ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. മാർച്ച് മാസം പകുതിയാവുമ്പോഴേക്കും 2025 RRB പുറത്ത് വിട്ടിട്ടുള്ള 5 നോട്ടിഫിക്കേഷനിലെയും 1ാം ഘട്ട പരീക്ഷ, അതിൽ പ്രത്യേകിച്ച് ടെക്നീഷ്യൻ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഘട്ടമേ ഉള്ളൂ. സെക്ഷൻ കൺട്രോളർ ആണെന്നുണ്ടെങ്കിലും ഒരൊറ്റ സ്റ്റേജേ ഉള്ളൂ. ബാക്കി CBAT ആണ്. ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ CBT 1 കഴിഞ്ഞാൽ നേരെ എന്താണ് മെഡിക്കലും DV ആണുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നിങ്ങൾക്കുള്ളത് NTPC പരീക്ഷ മാത്രമാണ്. ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർച്ച് മാസം അവസാനം ഏപ്രിൽ മാസം ആദ്യമായിട്ട് തന്നെ NTPC എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റും വരും അല്ലേ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സ്റ്റഡി പ്ലാൻ പ്രകാരം വ്യക്തമായ അടക്കം ചിട്ടയോടും കൂടെ പഠിച്ചിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഇത്രയും ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സിലബസ് കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് മുന്നിലാണ് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റ് ആളുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, ഇനിയും പലർക്കും ഇപ്പോഴും ഒരു വെളിച്ചം കിട്ടാത്തവരുണ്ടായിരിക്കും. പലപ്പോഴും എക്സാം ഈ അടുത്ത് വരുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. നിങ്ങൾ തളരേണ്ട കാര്യമില്ല. 40 ദിവസമുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഈ 40 ദിവസം ചുരുങ്ങിയത് ഒരു 10 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 400 മണിക്കൂറുകളുണ്ട്. ഈ 400 മണിക്കൂർ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ 400 മണിക്കൂറുകളെ വളരെ സ്മാർട്ടായിട്ട് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ 1 എക്സാം ക്വാളിഫൈ ആവാനായിട്ട് പറ്റും. ഹാർഡ് വർക്ക് വേണം, ഒപ്പം സ്മാർട്ട് വർക്കും വേണം. ഓക്കെ, നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ ഈ 40 ദിവസത്തെ പ്ലാനിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്.
ഹോട്ട് ടോപ്പിക്സ് എന്താണ് ഹോട്ട് ടോപ്പിക്സ്? നമ്മളെല്ലാ റിവിഷൻ പ്ലാനിലും നമ്മളെല്ലാ സ്റ്റഡി പ്ലാനിലും നമ്മൾ പറയുന്ന കാര്യമാണ് ഹോട്ട് ടോപ്പിക്സ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് RRB ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. മാത്സ് ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആ ഏരിയയിൽ നിന്നും സ്ഥിരമായിട്ട് RRB എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ CBT 1 നിങ്ങൾ അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 40% ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ് തുടങ്ങിയ ആ ഒരു മേഖലകളിൽ നിന്നാണ്. അപ്പോൾ അതൊരു ഹോട്ട് ടോപ്പിക്കാണ്. മാത്സ് പഠിക്കുന്നവൻ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറ്റിയിട്ടോ സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടോ പെർസെൻറ്റേജിനെ പറ്റിയിട്ടോ പഠിക്കാതെ പോവുകയാണ്, ടൈം ആൻഡ് വർക്ക് അതൊക്കെ പഠിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല എന്ന് അർത്ഥം. അപ്പോൾ മാത്സ് മാത്രമല്ല, റീസണിങ്ങിനും ഉണ്ട് ഈ പറഞ്ഞ പോലെ കോഡിങ് ആൻഡ് ഡീകോഡിങ്. റീസണിങ്ങിന് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വളരെയധികം ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ബ്ലഡ് റിലേഷൻ ഈസിയാണ് കമ്പാരിറ്റീവ്ലി. നേരത്തെ പറഞ്ഞ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ടോ കോഡിംഗ് ആയിട്ടോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് റിലേഷൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന, ശരിയായിട്ടുള്ള ഉത്തരം കിട്ടുന്ന ഒരു ഏരിയയാണ് റീസണിങ് എന്ന് പറയുന്നത്. റീസണിങ്ങിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇനി സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസിൽ തന്നെ നിങ്ങൾക്കറിയാം 3 വിഷയങ്ങളുണ്ട്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഫിസിക്സ് ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ, ഒരുപാട് 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ 10th വരെയുള്ള പാഠഭാഗമാണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ എവിടെ നിന്നാണ് കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഏരിയ ഫിസിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഇലക്ട്രിക്കലുകാർ ഇലക്ട്രോണിക്സുകാർ ഈ വീഡിയോ കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണ് ഫിസിക്സിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കെമിസ്ട്രിയോ, ആസിഡ്സ്, ബേസ്, സോൾട്ട്, ഈ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്നും വരുന്നത്. ബയോളജി ആണെന്നുണ്ടെങ്കിലോ, ബയോളജി എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സയൻസിന്റെ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് നമ്മുടെ GKയുടെ അവസ്ഥ? എന്താണ് GKയിൽ 15 മാർക്കിനാണ് GK എന്നുണ്ടെങ്കിൽ അതിലെ 9 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിന്റെ ചോദ്യങ്ങളും സ്റ്റാറ്റിക് പാർട്ടിയിൽ നിന്നും 5ഓളം ചോദ്യങ്ങൾ അല്ലെങ്കിൽ 5-6 ചോദ്യങ്ങൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫെയറിന് വളരെയധികം വെയിറ്റേജ് ഉണ്ട്. ലാസ്റ്റ് ഒരു വർഷത്തെ കറണ്ട് അഫെയർ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം, എങ്കിലാണ് GKയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നും ഒരു 2 ചോദ്യമെങ്കിലും പൊളിറ്റി ബേസിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. 1-2 ചോദ്യം ഹിസ്റ്ററിയിൽ നിന്ന് വരാം. ഒരു ചോദ്യമെങ്കിലും ജോഗ്രഫിയിൽ നിന്നും, ഒരു ചോദ്യമെങ്കിലും എക്കണോമിക്സിൽ നിന്നും വരാം. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തീർത്ത ആ ഹോട്ട് ടോപ്പിക്സ് വ്യക്തമായി മുൻകാല ചോദ്യങ്ങൾ അനലൈസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആ ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ ഈ 40 ദിവസം കൊണ്ട് നിങ്ങൾ ശ്രമിക്കണം. ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ. ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ട കുട്ടികൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ. ഇനി സമയം കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് പഠിക്കണം. 15 മാർക്കിൻ്റെ GKക്ക് നിങ്ങൾ ഒരു ദിവസത്തിൽ 10 മണിക്കൂറിൽ 5 മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് എന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം അല്ലേ. GKക്ക് എത്ര മാർക്കാണ്? 15 മാർക്ക്. നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്? നിങ്ങൾ 100 മാർക്കിനാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അതിൽ നിന്ന് 15 കുറച്ച ബാക്കി എത്ര മാർക്കുണ്ട്? 85 മാർക്കുണ്ട്. സ്വതവേ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 85 കുറച്ചുകൂടി ഈസിയാണ്. ഇതിൽ നിന്നൊരു 10 മാർക്ക് കൂടെ നിങ്ങൾ കുറച്ചേക്ക്. അതേതാണ് 10 മാർക്ക് എന്ന് പറയുന്നത്? ബയോളജി. ചിലപ്പോൾ ചിലരെങ്കിലും കമ്പ്യൂട്ടർ സയൻസുകാരായിരിക്കും. ബയോളജി അത്ര കണ്ടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്നില്ല. അപ്പോൾ എത്രയായി? 75 മാർക്ക്. ഈ 75 മാർക്കിൽ നിങ്ങൾ എത്ര വാങ്ങിക്കണം? 65 വാങ്ങിച്ചേ പറ്റൂ. കട്ട് ഓഫ് എങ്ങനെ പോയാലും നിങ്ങളൊരു സേഫ് സ്കോർ എന്ന് പറയുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് ഒരു 70 മാർക്കിന് മുകളിൽ തന്നെയാണ്. അതിന് കാരണമുണ്ട്. നമ്മളിതിന് മുന്നേ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ 50 മാർക്ക് മുതൽ 70 മാർക്ക് വരെയൊക്കെ കട്ട് ഓഫ് വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അത്രയും പോസ്റ്റുകളിൽ ഈ രീതിയിൽ കട്ട് ഓഫ് വേരി ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഒഴിവ് കൂടുതലാണ്. ഈ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2024 കണ്ടക്ട് ചെയ്തപ്പോൾ ഒഴിവുകൾ കൂടുതലാണ്. അതിൻ്റെ 3-1 ഒഴിവ് മാത്രമാണ് ഈ വർഷം ഉള്ളത്. ഒഴിവ് കുറയുന്നു, കോമ്പറ്റീഷൻ കൂടുന്നു, വർഷാവർഷം പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും കട്ട് ഓഫും കൂടും. അപ്പോൾ ഒരു 70 മാർക്കിന് മുകളിൽ വാങ്ങിക്കുന്ന രീതിയിൽ നിങ്ങളെ തന്നെ CBT 1 നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സേഫായിട്ട് സമാധാനമായിട്ട് CBT 2 പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 70 മാർക്കിൽ 75 മാർക്ക് മാത്സ്, റീസണിങ്, ഫിസിക്സ്, കെമിസ്ട്രിയാണ്. ഇതിൽ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് എവിടെ ആവശ്യം വരും? ടയർ 2 ആവശ്യം വരുന്നതാണ്. ഇനി 15 മാർക്ക് GK ഉണ്ട്. GKയിൽ ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. 5 മുതൽ 6 മാർക്ക് വരെയൊക്കെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അത് വ്യക്തമായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ വാരി വലിച്ച് പഠിക്കുകയല്ല, സ്കീമുകൾ കൃത്യമായിട്ട് പഠിക്കുക, ഡിഫൻസ്
കൃത്യമായിട്ട് പഠിക്കുക. അവാർഡ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, സ്പോർട്സ്, ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് ആ മാർക്കും സ്കോർ ചെയ്യാവുന്നതാണ്. പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ ചോദിക്കും, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ ചോദിക്കും, ആളുകളുടെ പേരുകൾ ചോദിക്കും, ജോഗ്രഫി, നദികളുടെ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ചു പോവുക വ്യക്തമായിട്ട്. അപ്പോൾ ഇതിന് ഓരോ വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം കൊടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ടെസ്റ്റുകൾ മാക്സിമം ചെയ്യണം. ആഫ്റ്റർ ഓൾ നിങ്ങൾ കുറേ ഇരുന്ന് പഠിച്ചിട്ടോ റിവൈസ് ചെയ്തിട്ടോ കാര്യമില്ല, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം. മാത്സ് സ്റ്റെപ്പ് എഴുതി ഉത്തരം കിട്ടുക അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ബിടെക് ബാക്ക്ഗ്രൗണ്ടോ ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര കൈയടി കിട്ടുന്ന ഒരു സംഭവമാണോ? അല്ല. കാരണം നിങ്ങൾ കൊച്ചിലെ തൊട്ട് പഠിക്കുന്ന ഒരു വിഷയമാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് എഴുതി 3 മിനിറ്റ് 4 മിനിറ്റ് എടുത്തിട്ട് ഒരു ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും പറ്റും. അതിലല്ല കാര്യം. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് താഴെയാണ് കിട്ടുന്നത്, അല്ലേ? അപ്പം അതിനുള്ളിൽ ഉത്തരം കണ്ടെത്താൻ പറ്റണം. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആ സമയമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നിങ്ങളെ തിരിച്ചറിവുണ്ടാക്കുന്നത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. തന്നെ ഇരുന്ന ഒരു ചോദ്യം എഴുതി ഞാൻ ചോദ്യം പ്രാക്ടീസ് ചെയ്യാണെന്ന് പറഞ്ഞ് കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ പറഞ്ഞ പോലെ 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും. അതിൽ കാര്യമില്ല. ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. എങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ സമയം, ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് 3 അടിത്തറയാക്കിക്കൊണ്ട് വേണം ഇനിയുള്ള 40 ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അവിടെ ഏതൊക്കെ വിഷയങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനകത്ത് ഒരു ഇൻസൈറ്റ് തരിക മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം CBT 1-ന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യക്തമാണ് മാത്സിന് 30% വെയിറ്റേജ്, റീസണിങ് 25, GK 15, ജനറൽ സയൻസ് അതാണ് GS ഇട്ടിരിക്കുന്നത് 30% വെയിറ്റേജ് ആണ് ഇതിനകത്തുള്ളത്. വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ വെയിറ്റേജിനനുസരിച്ച് സമയം കൊടുത്ത് പഠിക്കുക. ഇനി 40 ദിവസം, ഒരു ദിവസം 10 മണിക്കൂർ വെച്ചിട്ടെങ്കിലും പഠിച്ചാൽ നിങ്ങളുടെ മുന്നിൽ 400 മണിക്കൂറുകളുണ്ട്. ഈ 400 മണിക്കൂറുകളെ കൃത്യമായിട്ട് വിനിയോഗിക്കുക. അതിൽ തന്നെ ഒരു ദിവസത്തെ 10 മണിക്കൂറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഐഡിയൽ കേസാണ്. എല്ലാവർക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചിലർ മാത്സ് റീസണിങ് വളരെ സൗണ്ട് ആയിട്ടുള്ള കുട്ടികളാണ്, വളരെ സോളിഡ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 മണിക്കൂർ മാത്സ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. 2 മണിക്കൂർ റീസണിങ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. ഞാനൊരു ഐഡിയൽ കേസാണ് പറയുന്നത്. വെയിറ്റേജ് അനുസരിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുള്ള പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെയും ഈ സമയം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മണിക്കൂറെങ്കിലും മാത്സിന് കൊടുക്കുക, 2 മണിക്കൂറെങ്കിലും ദിവസം റീസണിങ്ങിന് കൊടുക്കുക, 3 മണിക്കൂറെങ്കിലും സയൻസിന് കൊടുക്കുക, 2 മണിക്കൂറെങ്കിലും GK കൊടുക്കുക. മറ്റൊരു പല കുട്ടികളും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് 40 ദിവസം ഉണ്ടല്ലോ. നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കൊക്കെ പല കുട്ടികളും ചെയ്യുന്ന പരിപാടിയാണ്. അത് ഇവിടെ പറ്റാതിരിക്കുന്നതാണ് നല്ലത്. എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അങ്ങ് മാത്സ് പഠിക്കും. പിന്നത്തെ 10 ദിവസം ഞാൻ എന്ത് ചെയ്യും, ഞാൻ റീസണിങ് പഠിക്കും. പിന്നത്തെ 10 ദിവസം ഞാൻ സയൻസ് പഠിക്കും. പിന്നെ ഒരു 5 ദിവസം ഉണ്ടല്ലോ, ആ 5 ദിവസം ഞാൻ എന്ത് ചെയ്യും, GK പഠിക്കും. പിന്നത്തെ ഒരു 5 ദിവസം ഞാൻ ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. ഇങ്ങനെ 40 ഡിവൈഡ് ചെയ്യുന്ന കുട്ടികളുമുണ്ട്. ചിലപ്പോൾ വർക്കൗട്ട് ആവാം, പക്ഷെ അതൊരു എന്താ പറയുന്നത്, ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്ലാൻ അല്ല. എന്താണ് അതിൻ്റെ കാരണം? നിങ്ങൾ പരീക്ഷ എഴുതാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻസ് ഷഫിൾഡ് ആയിരിക്കും. മാത്സിന് ഇത്ര സമയം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടില്ല. ആദ്യത്തെ ചോദ്യം മാത്സ് ആണെങ്കിൽ, രണ്ടാമത്തെ റീസണിങ് ആണെങ്കിൽ, മൂന്നാമത്തെ ഹിസ്റ്ററി ആണെങ്കിൽ, നാലാമത്തെ ജോഗ്രഫി ആണെങ്കിൽ, 5-മത്തെ സയൻസ് ആണെങ്കിൽ, 6-മത്തെ കറണ്ട് അഫയർ ആണ്. അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക, അല്ലേ? അപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾ ഈ രീതിയിൽ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ പ്രാപ്തരാകുന്ന രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളെ സജ്ജീകരിക്കാനായിട്ട്. ആ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളെ സജ്ജരാക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം പലരും ചെയ്യാറുള്ള കാര്യമാണ്. യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് അത് വർക്കൗട്ട് ആവും, കാരണം അവിടെ പാസ് മാർക്ക് മതി. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. ഇവിടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജിയേക്കാൾ നല്ലത് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ വിഷയങ്ങളെയും എടുത്തു വെച്ച് അതിന് കുറേശ്ശെ സമയം അലോട്ട് ചെയ്ത് കൊടുത്ത് പഠിക്കുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക ആണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്ത് തുടങ്ങുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, 10 മണിക്കൂർ ചില കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്താണ്? അരമണിക്കൂർ പഠിച്ചു, 5 മിനിറ്റ് ബ്രേക്ക്, അല്ലെങ്കിൽ 15 മിനിറ്റ് ബ്രേക്ക്. അരമണിക്കൂർ പഠിച്ചു, 15 മിനിറ്റ് ബ്രേക്ക്, വീണ്ടും അരമണിക്കൂർ പഠിച്ചു, 15 മിനിറ്റ് ബ്രേക്ക്. ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പഠനവേളകൾ 90 മിനിറ്റ് അഥവാ 1.5 മണിക്കൂർ എങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ഒറ്റ സ്ട്രെച്ചിൽ 1.5 മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താ? നിങ്ങളുടെ പരീക്ഷ 1.5 മണിക്കൂറാണ്.
അപ്പോൾ ആ 90 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ മേശയുടെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരുന്ന് പഠിക്കുന്നത് അവിടെ നിന്ന് അനങ്ങാതെ കൃത്യമായിട്ട് കോൺസെൻട്രേഷനോടുകൂടെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഹാളിലും അത് യൂസ്ഫുൾ ആയിരിക്കും. നേരെ മറിച്ച് അരമണിക്കൂർ പഠിച്ചതിന് ശേഷം 15 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് ആ രീതിയിലാണ് നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഹാളിലും ആദ്യത്തെ അരമണിക്കൂർ കഴിയുമ്പോൾ ബ്രെയിനിന് ഈ ഒരു സാധനമാണ് വരിക, 15 മിനിറ്റ് ബ്രേക്ക് വേണം, 15 മിനിറ്റ് ബ്രേക്ക് വേണം. അപ്പോൾ ആ 15 മിനിറ്റിൽ നിങ്ങൾ വായിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവില്ല, നിങ്ങൾ ബ്ലർ ആയിരിക്കും. നേരെ മറിച്ച് ഈ രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അവസാന സമയങ്ങളിൽ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ വെയിറ്റേജ് ഏരിയാസ് ഉള്ള ഭാഗങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ 40 ദിവസം കൊണ്ട് ഒരു വിധപ്പെട്ട രീതിയിലൊക്കെ നോൺ ടെക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മാത്സ് നമുക്കറിയാം 30% വെയിറ്റേജ് ഉണ്ട് മാത്സിന്, അല്ലേ? അതിലെ ടോപ്പിക് വൈസ് വെയിറ്റേജ് നമ്മൾ 2024 ഇത് ആസ് പെർ 2024 CBT 1 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2024 CBT 1 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 40-45% നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാത്സ് അരിതമെറ്റിക് ഏരിയയിൽ നിന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏരിയയിൽ നിന്നാണ് വരുന്നത്. ഓൾജിബ്രയിൽ നിന്നും 12 മുതൽ 14% വരെ, മെൻഷുറേഷൻ ആൻഡ് ജോമെട്രി 12-15%, സ്റ്റാറ്റിസ്റ്റിക്സ് 8 മുതൽ 10%, മറ്റ് മിസ്ലേനിയസ് ടോപ്പിക്സിൽ നിന്നും 10 മുതൽ 12%. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള മാത്സ് ഉണ്ടല്ലോ, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, വർക്ക് ആൻഡ് ടൈം, പൈപ്സ് ആൻഡ് സിസ്റ്റം തുടങ്ങിയ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചാൽ അവിടെ നിന്ന് തന്നെ ഒരു 10-40-45% മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു 10-16 ചോദ്യങ്ങളിലും ആ ഏരിയയിൽ നിന്ന് ഏകദേശം വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഏരിയാസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മാത്സിൻ്റെ കാര്യത്തിൽ. ഇനി റീസണിങ് ആണെന്നുണ്ടെങ്കിലോ, കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിന് 15 മുതൽ 18% വെയിറ്റേജ് ആണ് വരുന്നത്. സീരീസ് ആൻഡ് അനാലജി 15-18% വെയിറ്റേജ്. ഡയറക്ഷൻസ് ആൻഡ് ബ്ലഡ് റിലേഷൻസ് 15 തൊട്ട് 18% വരെ വെയിറ്റേജ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റീസണിങ് ഇപ്പോൾ എത്ര പേര് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല, എത്ര പേര് അതിനുവേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മൾ സ്റ്റഡി പ്ലാനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, റീസണിങ് നിങ്ങൾക്ക് തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല. 25 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ചോദ്യം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ടൈം കൺസ്യൂമിങ് ആണ്. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുക. പ്രോപ്പറായിട്ട് ഇപ്പോഴും ട്രെയിൻ ചെയ്യാത്ത കുട്ടികൾ ഈ 40 ദിവസമെങ്കിലും ചുരുങ്ങിയത് ഈ ടോപ്പിക്കുകളെങ്കിലും അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവരെയോ റീസണിങ്ങിന് വേണ്ടി സ്പെസിഫൈ ചെയ്ത് ടൈം കൊടുക്കാത്തവർ ചുരുങ്ങിയത് ഇതെങ്കിലും ഈ എഴുതിയിരിക്കുന്ന 5-6 ടോപ്പിക്സ് എങ്കിലും എന്ത് ചെയ്യുക, ദിനം പ്രതി ഒരു 10 ചോദ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ടൈം കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. റീസണിങ് പ്രാക്ടീസ് ചെയ്യാതെ പോകുന്ന കുട്ടികളാണ് ഭൂരിപക്ഷം ആളുകളും. പക്ഷെ അത് നിങ്ങൾക്ക് സമയം നഷ്ടമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 70 മാർക്കിന് മുകളിലേക്ക് സേഫ് സ്കോറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ റീസണിങ് ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? റീസണിങ്ങിൻ്റെ മാർക്ക് ഇല്ലാതെ അവിടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 25 മാർക്കാണ് റീസണിങ്. മാത്സ് നന്നായിട്ട് അറിയുന്ന കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 30-ൽ ഒരു 25-26 മാർക്ക് അവിടെ വാങ്ങിച്ചു. സയൻസ് നന്നായിട്ട് അറിയുന്ന കുട്ടികൾക്ക് അപ്പോഴും ബയോളജി ഒരു ചെറിയ പ്രശ്നമാണ്. ബിടെക്കാരെ ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളം പോട്ടെ, നിങ്ങൾ അതും പഠിച്ചെടുത്തു, 25 മാർക്ക് കിട്ടി, അപ്പോഴും 50 ആയുള്ളൂ. GK മുഴുവൻ അറിഞ്ഞാലും 15. GK എങ്ങനെ പോയാലും നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. കാരണം അത്രയും വേരിയബിൾ ആയിരിക്കും. ഒരുപാട് വേഗമായിട്ടുള്ള ചോദ്യങ്ങൾ കാണും, ഒരുപാട് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ കാണും. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോഴും ഒരു 10 മാർക്ക് നിങ്ങൾ ഷോർട്ടേജ് ആണ്. റീസണിങ് പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ഏരിയസ് ഫോക്കസ് ചെയ്ത് പോവുക. ഇനി സയൻസിൽ ഞാൻ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. സയൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 30 മാർക്കാണ് സയൻസിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. 10 മാർക്ക് ഫിസിക്സ്, ഏകദേശം 10 മാർക്ക് കെമിസ്ട്രി, 10 മാർക്ക് ബയോളജി, അങ്ങനെയാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി നിർബന്ധമായിട്ടും പഠിച്ചു പോകാം, മാഗ്നറ്റിസം, ഇലക്ട്രിക് മോട്ടോർ ആൻഡ് ഫ്യൂസ്, ഇവിടെ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. കെമിസ്ട്രിയിൽ ആസിഡ്സ് ബേസ് സോൾട്ട് ചോദ്യം ചോദിക്കുന്നതാണ്. കെമിക്കൽ റിയാക്ഷൻസ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഏരിയയാണ്. ബയോളജിയിൽ ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, മൈക്രോ ഓർഗാനിസംസ്, ഇത്രയും ഏരിയാസ് എങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ബയോളജി പ്രത്യേകിച്ച്, ഫിസിക്സും കെമിസ്ട്രി നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് CBT 2 ഉപകാരപ്രദമായിരിക്കും. ബയോളജി അറിയാത്ത കുട്ടികൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ PYQസിൽ നിന്നും ഈ ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്ത് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെങ്കിലും റിവൈസ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. ഇനി GKയുടെ കേസ് എങ്ങനെയാണ്? കറണ്ട് അഫയേഴ്സ് 1 ഇയർ കറണ്ട് അഫയേഴ്സിൽ നിന്ന് 30-40% വെയിറ്റേജിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ 2023 ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത്. ഈ തവണ 24 എന്തായാലും നിങ്ങൾ ഒരു വർഷത്തെ പഠിച്ചേ പറ്റൂ. പൊളിറ്റിയിൽ നിന്നും 15 മുതൽ 18% വെയിറ്റേജ് ഉണ്ട്. അത്ര തന്നെ വെയിറ്റേജ് ഹിസ്റ്ററിക്കും കൾച്ചറിലുണ്ട്. ഞാനത് ഹൈലൈറ്റ് ചെയ്യാത്തത് അത് ഒരുപാട് പഠിക്കാനുണ്ട്. പൊളിറ്റി ലിമിറ്റഡ് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക്
അത് പഠിച്ചാൽ വ്യക്തമായിട്ട് കിട്ടും. ഹിസ്റ്ററി നിങ്ങൾ എത്രത്തോളം സമയം, ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരാളും കൂടിയാണ്, പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നത് ഹിസ്റ്ററിയിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റിൽ പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാരത്തോൺ ക്ലാസ്സുകൾ കാണാം. GK നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ചാനലിൽ കൊടുത്തുള്ള റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ വീഡിയോസ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു 6-7 ക്ലാസ് കൊണ്ട് ഹിസ്റ്ററിയും അത്ര തന്നെ ക്ലാസ് കൊണ്ട് പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് എല്ലാം തന്നെ നമ്മൾ ഒരുവിധ സിലബസ് കവറേജ് ഉണ്ട് വിത്ത് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വെച്ചുകൊണ്ട്. അപ്പോൾ ആ റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ ക്ലാസ്സുകൾ ഡെയിലി ഓരോന്ന് വിധം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ GK പാട്ട് തീർക്കാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് മന്ത്ലി കമ്പൈലേഷൻസ് പരമാവധി 1 ഇയറിൻ്റെ മന്ത്ലി കമ്പൈലേഷൻസ് എന്ത് ചെയ്യാൻ നോക്കുക, വായിക്കാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അതിൽ മന്ത്ലി കമ്പൈലേഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ട സാധനങ്ങളാണ് സ്പോർട്സ്, അവാർഡ്സ്, ഡിഫൻസ്, സ്കീംസ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ, അപ്പോയിൻമെൻറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോട്ട് ടോപ്പിക്സ്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് മനസ്സിലായി. 40 ദിവസം ഞാൻ ഈ കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ അതെങ്കിലും പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്കിൽ നിന്നും ടോപ്പിക് ടെസ്റ്റുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്സിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതെങ്ങനെ സോർട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന് ഈ 40 ദിവസം കൊണ്ട് ട്രെയിൻ ചെയ്തെടുക്കുക. റീസണിങ് ആണെന്നുണ്ടെങ്കിൽ കോഡിങ് ആൻഡ് ഡീകോഡിങ്, ബ്ലഡ് റിലേഷൻസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഈ രീതിയിൽ, അതുപോലെ പസിൽസ്, അതുപോലെ സീരീസുകൾ, ഇതെല്ലാം വെച്ചുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും ചെയ്ത് നിങ്ങൾ അതിൻ്റെ ടൈം കൊണ്ടുവരാനായിട്ട് നോക്കുക. അതാണ് ടോപ്പിക് ടെസ്റ്റുകൾ ഫ്രം ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ അർത്ഥമാക്കുന്നത്. 2 ഫുൾ മോക്ക് ടെസ്റ്റുകൾ ലാസ്റ്റത്തെ ദിവസങ്ങളിലേക്ക് എത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഫെബ്രുവരി ഒരു 10-ാം തീയതി ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. 90 മിനിറ്റിൻ്റെ 100 ചോദ്യങ്ങൾ വ്യക്തമായിട്ട് ഈ പറഞ്ഞ മാർക്ക് വെയിറ്റേജ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള 90 മിനിറ്റിൻ്റെ 100 ചോദ്യങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിൽ നിങ്ങൾ ഫുൾ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അനാലിസിസിന് സമയം കണ്ടെത്തണം. അവിടെ ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പറയുകയാണ്, ഇത് അനാലിസിസ് നോക്കുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആവാൻ സാധ്യതയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നോക്കണമെന്നില്ല. അതായത് ഇപ്പോൾ ലാസ്റ്റ് 5 ദിവസം മോക്ക് ടെസ്റ്റ് എടുത്തു, 5 ദിവസവും 50 മാർക്കോ 60 മാർക്കേ കിട്ടിയുള്ളൂ. ഞാൻ JEE ക്ലിയർ ആവില്ല, CBT1 ക്ലിയർ ആവില്ല എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് പണ്ടാറടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോകാതിരിക്കുക. നേരെ മറിച്ച് എന്തുകൊണ്ട് എനിക്ക് 50 കിട്ടിയുള്ളൂ, ഞാൻ ഇത്രയും പഠിച്ച ആളാണ്, എനിക്ക് എന്തുകൊണ്ടാണ് 50 കിട്ടിയത്, എനിക്ക് എവിടെയൊക്കെ തെറ്റുകൾ പറ്റിയെന്ന് മനസ്സിലാക്കണം, അത് തിരുത്തണം, എങ്കിലേ എനിക്ക് മറ്റേ ഒറിജിനൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടുള്ളൂ. ആ രീതിയിൽ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തുക. നെഗറ്റീവ് അടിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചേക്കുക, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടി മാത്രം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ അങ്ങനെ ആവരുതൊരിക്കലും. നിങ്ങൾ പരമാവധി ടെസ്റ്റുകൾ അനലൈസ് ചെയ്ത് തെറ്റുകൾ തിരുത്തുക. അതിനാണല്ലോ നമ്മൾ പരീക്ഷകൾ എഴുതുന്നത്. തെറ്റുകൾ തിരുത്തി എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ പരീക്ഷകൾ എഴുതുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, സ്മാർട്ട് പ്ലാനിങ് ബീറ്റ്സ് ലാസ്റ്റ് മിനിറ്റ് പ്രഷർ. അവസാന നിമിഷത്തെ വെപ്രാളങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാരണം ഇതെല്ലാത്തിനും നിങ്ങൾ എന്തുണ്ടാക്കേണ്ട ഒരു കണ്ടിജൻസി പ്ലാനാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോട്ട് ടോപ്പിക്സ് കവർ ചെയ്യുക, പരീക്ഷകൾ മാക്സിമം എഴുതുക, അല്ലേ? 70 മാർക്കിന് മുകളിൽ എനിക്കിതിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. ഞാൻ ഇതിനകത്ത് 100 വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. CBT1 ആണ് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ CBT2 ടെൻഷൻ ഇല്ലാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 70 മാർക്കിന് മുകളിൽ വാങ്ങിക്കാൻ പാകത്തിന് ഞാൻ എന്നെ സജ്ജനാക്കണം അല്ലെങ്കിൽ സജ്ജയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, അതാണ് സ്മാർട്ട് പ്ലാനിങ്. ആ രീതിയിൽ 40 ദിവസമുണ്ട്, 400 മണിക്കൂറുണ്ട്. വ്യക്തമായിട്ട് നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുക, വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക, വ്യക്തമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് CBT1 ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, ഇനി നമ്മുടെ സ്കോർ ടീമിൻ്റെ ഭാഗമായിട്ട് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ CBT1 നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് നോൺ ടെക്നിക്കലിൻ്റെ ബാച്ചസ് ഉണ്ടോ? നമ്മൾ തുടക്കം തൊട്ടേ നമ്മുടെ കയ്യിൽ നോൺ ടെക്നിക്കലിൻ്റെ ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ CBT1 നോൺ ടെക്, ഞാൻ നേരത്തെ പറഞ്ഞ മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് GK അടങ്ങിയിട്ടുള്ള നോൺ ടെക്നിക്കൽ ബാച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. CBT1 എക്സാം കഴിയുന്നത് വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് ഫുൾ കോഴ്സ് നിങ്ങൾക്ക് കിട്ടും ഈ പറയുന്ന അത്രയും ദിവസത്തേക്ക്. ആ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് അതിനകത്തുനിന്ന് ആ ഹോട്ട് ടോപ്പിക്സ്, അതിൻ്റെ ടെസ്റ്റുകൾ എല്ലാം എടുത്തുകൊണ്ട് വ്യക്തമായിട്ട് ഈ 40 ദിവസം പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രോപ്പറായിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ CBT1 നോൺ ടെക്നിക്കൽ ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി
മാത്സ് റീസണിങ് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്, സെക്ഷൻ കൺട്രോളർ ഉണ്ട്. അപ്പോൾ സെക്ഷൻ കൺട്രോളറിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെക്ഷൻ കൺട്രോളറിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. JEE പ്രിപ്പയർ ചെയ്യുന്ന പല കുട്ടികളും സെക്ഷൻ കൺട്രോളർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ സെക്ഷൻ കൺട്രോളറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡെയിലി ബേസിസിൽ സ്റ്റഡി പ്ലാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മളെ ഈ പറഞ്ഞ പോലെ സെക്ഷൻ കൺട്രോളറിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉടനെ തന്നെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഒരു 30 days പ്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെയിലി നിങ്ങൾ പഠിക്കേണ്ട മാത്സിൻ്റെ ആണെങ്കിൽ മാത്സിൻ്റെ ഡെയിലി ടോപ്പിക് എന്താണ്, അതിൻ്റെ ടെസ്റ്റ് എന്താണ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിടിലൻ പ്ലാനുമായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഓക്കെ, ഇനി GK മാസ്റ്റർ ബാച്ച്. GK മാസ്റ്റർ ബാച്ചിനും നമ്മുടെ അടുത്ത് കുട്ടികൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമും GK മാസ്റ്റർ ബാച്ചും തമ്മിൽ എന്താണ് ബന്ധമെന്ന് പലർക്കും ചോദിക്കാം. 15 മാർക്കല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് GK? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമും വരാനിരിക്കുന്ന NTPC പരീക്ഷയും തമ്മിൽ ആകെ വ്യത്യാസം അടങ്ങിയിരിക്കുന്നത് ഈ ഒരു GK എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ്, അല്ലേ? ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി മാത്സും റീസണിങ്ങും സയൻസും പഠിക്കുന്ന ഒരു കുട്ടി 15 മാർക്കിന് നിങ്ങൾ GK പഠിക്കുന്നുള്ളൂ. ആ GK നമ്മുടെ GK മാസ്റ്റർ ബാച്ചിനകത്തുള്ള കണ്ടന്റ് കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTPC ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അത് മനസ്സിലാവുന്നുള്ളൂ. കാരണം മാത്സ് റീസണിങ് നിങ്ങളുടെ കയ്യിലുണ്ട്, സയൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. കാരണം നിങ്ങൾ JEE പ്രിപ്പയർ ചെയ്തവരാണ്. നിങ്ങൾ കൂടുതലായിട്ട് അധികമായിട്ട് പഠിക്കേണ്ടത് എന്താണ്, GK മാത്രമാണ്. അപ്പോൾ GK സ്ട്രോങ് അല്ല, GK സ്ട്രോങ് ആക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ തന്നെ GK ക്ലാസ്സുകൾ, നമ്മളെടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ലഭ്യമാണ്. നിങ്ങൾക്ക് അത് നോക്കി നമ്മുടെ ക്ലാസ്സുകൾ വിലയിരുത്തി താല്പര്യമുള്ള കുട്ടികൾക്ക് കേരള PSC പോലുള്ള പരീക്ഷകൾക്ക്, ജനറൽ PSC പോലുള്ള പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും, SSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും, RRBയുടെ തന്നെ NTPC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, ഗ്രൂപ്പ് D പോലുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് GK മാസ്റ്റർ ബാച്ച് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. ക്ലാസ്സുകൾ കണ്ട് വിലയിരുത്തി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്കുള്ള അഡ്മിഷനും ഓൾറെഡി ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അധികം കാര്യങ്ങളൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 ദിവസത്തെ പ്ലാൻ, ഏത് രീതിയിലാണ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഞാൻ തന്നു കഴിഞ്ഞു. ആ രീതിയിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സജ്ജരാക്കുക, പ്രിപ്പയർ ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.